നമ്മളിപ്പോൾ ഉള്ളത് തിരൂർ ആണ്. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ തിരൂരാണ് നമ്മളിപ്പോൾ ഉള്ളത്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. നമസ്കാരം, പേരെന്താ? കുഞ്ഞുബാവ. എവിടെ വീട്? കൂട്ടായി. കൂട്ടായി ഇവിടെ അടുത്താണോ? കൂട്ടായി അല്ല, കുറച്ച് പോകണം അല്ലെ? പൊന്നാനി മണ്ഡലത്തിൽ തന്നെയല്ലേ? 25 കിലോമീറ്റർ. എന്താ കുറച്ച് ശബ്ദം വല്ലാതിരിക്കുന്നുണ്ടല്ലോ? അസുഖമുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് അല്ലേ? എന്താ ചെയ്തോണ്ടിരുന്നത് ജോലി? എന്താ ജോലി ചെയ്തോണ്ടിരുന്നത്? മീനായിരുന്നു അല്ലേ? എവിടെ? പൊന്നാനി കടപ്പുറത്ത് നിന്നാണോ അതോ അവിടെ നിന്ന് അല്ലേ? ഇപ്പൊ എങ്ങനെ പോണു ജീവിതമൊക്കെ? കുഴപ്പമില്ല, ഇങ്ങനെ പോണു. വയ്യ, കാലും കയ്യും വയ്യ അല്ലേ? പെൻഷൻ കിട്ടുന്നുണ്ടോ? അപ്പോ പെൻഷൻ 1 മാസത്തെ കിട്ടി അല്ലേ? ബാക്കി 6 മാസത്തെ കിട്ടാനുണ്ട്. കാത്തിരിക്കുകയാണ്. ഇപ്പൊ 2 മാസത്തെ വരും അല്ലേ? ഉടനെ വരും. എങ്ങനെ പോകുന്നു മൊത്തത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയം? എങ്ങനെയാ? തെരഞ്ഞെടുപ്പ് ആര് ജയിക്കാനാ സാധ്യത? നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അവനാണ് നിശ്ചയിക്കും. നമ്മളത് പ്രവർത്തിക്കും. എപ്പോഴായിരിക്കും ഓൻ പറയാ ഇങ്ങോട്ട് അല്ല വോട്ട് ചെയ്യണമെന്ന് പറയണം? എപ്പോഴായിരിക്കും? വോട്ടിന്റെ ദിവസമായിരിക്കും പറയാ? അതിന് മുമ്പായിരിക്കും പറയാ? എപ്പോഴായിരിക്കും പറയാ? ആർക്ക് അനുകൂലമായിട്ടായിരിക്കും ചെയ്യുക? പറയാൻ പറ്റില്ല. അപ്പൊ എന്റെ ചോദ്യം, പൊന്നാനി മണ്ഡലത്തിൽ നിന്ന് ആര് ജയിച്ചു വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്? നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അല്ല, ഇക്കൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. കോണി വേണോ, അരിവാൾ ചുറ്റിക വേണോ, അതല്ല താമര വേണോ, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പൊ ആര് വന്നാലായിരിക്കും മണ്ഡലത്തിന് നല്ലത്? കോണിയല്ലേ? അപ്പം അതിന് ഇത്തവണ മാറ്റം ഉണ്ടാവുമോ? മാറ്റം ഉണ്ടായിക്കൂടായികയില്ല എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ എൻ്റെ ഒരു സംശയം ചോദിക്കട്ടെ. ഇപ്പോൾ മോദി സർക്കാരാണല്ലോ കേന്ദ്രത്തിൽ. അപ്പോൾ മോദി സർക്കാരിനെ കുറിച്ച് പല ആളുകളും പലതും പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെ കണക്കാക്കുന്നത്? മോദി സർക്കാർ തുടരണമെന്നാണോ തുടരണ്ടെന്നാണോ? മോദി സർക്കാർ ഇനി അടുത്ത ടൈമിലെ അടുത്ത ഇതിൽ അധികാരത്തിൽ വേണോ വേണ്ടയോ? ഉറപ്പിക്കാൻ പറ്റില്ല അല്ലേ? ഓക്കെ. അപ്പോൾ അതാണ് ഇവിടുത്തെ പൊന്നാനിയിലുള്ള ആൾക്കാരുടെയൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. UDFന്റെ കോട്ടയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരൂരാണ്. നമുക്ക് മറ്റു ചില വാർത്തകളിലേക്ക് പോകണം. അതിന് മുമ്പ് എന്താ സാധ്യതയായിട്ടാണ് ഇവിടെ മൊത്തത്തിൽ? ആര് ജയിക്കും? അത് സമാധാനി ജയിക്കും. സമാധാനി തന്നെ ജയിക്കും. സമാധാനിക്ക് സാധ്യതയുണ്ട്. ആണ്. എന്താ എന്താ KS ജയിക്കുമെന്ന് പറയാൻ കാര്യം? ഇതൊരു UDFന്റെ കോട്ടയല്ലേ? അല്ല, UDFന്റെ കോട്ടയായിരുന്നു. ഇതേ സമയത്ത് ഞാൻ അവർ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ ചേന്നരയാണ്, മംഗലം ചേന്നരയാണ് ഞാൻ താമസിക്കുന്നത്. നമ്മൾ ഇതേവരെ ചെയ്തിട്ട് ഒരു ഉപകാരം അയാളെ കൊണ്ട് സാധിച്ചിട്ടില്ല. ആണോ? പിന്നെ നമ്മൾ എന്തിനു വോട്ട് ചെയ്യുന്നത്? അതായത് സമദാനിയെ കൊണ്ട് മണ്ഡലത്തിൽ സമാധാനി ഞങ്ങളുടെ ആദ്യം മലപ്പുറമായിരുന്നു. അവിടുത്തെ വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് തള്ളിയത്. ഇവിടെ കേസിന് ET ഉമേശ്വറിന് വേണ്ടെന്ന് ജനങ്ങൾ വെച്ചിട്ടാണ് ഇവിടുന്ന് അങ്ങോട്ട് പോയത്. അങ്ങോട്ട് ഓടിച്ചു, ഇങ്ങോട്ട് ഓടിച്ചു എന്നാണ്. നമുക്ക് കേൾക്കണമെങ്കിൽ KS തന്നെ ജയിക്കണം. ജയിക്കണം. കേന്ദ്രത്തിൽ KS വരുന്നതാണ്. തന്നെ വരുമെന്നാണ് 100%. അടിയൊഴുക്കുണ്ടോ? അങ്ങനെ കോട്ടയാണെങ്കിൽ ഒരു അടിയൊഴുക്കുണ്ടോ? അങ്ങനെ അടിയൊഴുക്കുണ്ടാവും. ഉറപ്പായിട്ടും ഉണ്ടാവും. ആണ് മണ്ഡലത്തിൽ അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ടോ ചേട്ടാ? ആര് ജയിക്കും? എന്താ സാധ്യത? സമദാനി തന്നെ ജയിക്കുള്ളൂ. UDFന്റെ ഒരു കോട്ടയാണ്. എന്താ സാധ്യത? സമദാനി തന്നെയാണ് ജയിക്കുക അല്ലേ? സമദാനി പക്ഷേ മലപ്പുറത്ത് മികച്ച പ്രകടനമല്ല എന്നാണ് LDF പറയുന്നത്. അത്രേ ഉള്ളൂ അല്ലേ? ഒരു രാഷ്ട്രീയമായ ഒരു ആരോപണം മാത്രമാണ്. ഓക്കെ. അപ്പോൾ നമ്മള് ചേട്ടാ മണ്ഡലത്തിൽ എന്താ സാധ്യത? ആർക്കാ സാധ്യതയുള്ളത്? സമദാനി തന്നെയായിരിക്കും. UDFന്റെ കോട്ടയാണ്. ചേട്ടാ എവിടെയാ പൊതുവെ എന്ത് ജോലിക്കാ പോകുന്നത്? ഹോട്ടലാണ്. എവിടെയാ? നല്ല പൊറോട്ടയൊക്കെ കിട്ടുന്ന അല്ലേ? ഓക്കെ. അപ്പൊ ഇന്നിപ്പോ നോമ്പാണല്ലോ. ഇപ്പൊ വൈകുന്നേരം വരെ അടവാണ്. ഇനി വൈകുന്നേരം തുറക്കുള്ളൂ അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ തിരൂരാണ് നിൽക്കുന്നത്. തിരൂരിലെ രാഷ്ട്രീയ വിശേഷങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ടാണ് നമ്മുടെ യാത്ര മുന്നോട്ട് പോകുന്നത്. ഇനി നമുക്ക് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി പോകണം. വാർത്തകളിലേക്ക് നമ്മൾ എത്താം. അതിന് മുമ്പ് ചേട്ടാ എന്താ മൊത്തത്തിൽ ജീവിതമൊക്കെ സുഖമായിട്ട് പോകുന്നുണ്ട്? സുഖമായിട്ട് പോകുന്നുണ്ട്. എങ്ങോട്ട് പോകുന്നത്? ഇപ്പോൾ യാത്രക്കാരനാണോ ബസ്സിലെ ഓപ്പറേറ്ററാണോ? ഓക്കെ, ഫൈൻ. ചേട്ടാ എങ്ങനെ പോണു? ഇന്ന് 27-ാം രാവാണ് അല്ലേ? എങ്ങോട്ട് പോകാൻ നിൽക്കുക? അതെവിടെ? അടുത്താണോ? ഇവിടെ അടുത്ത് തന്നെയാണ്. 25. ഓക്കെ. എങ്ങനെ മണ്ഡലത്തിൽ സമദാനി ജയിക്കുമോ അതോ KS ജയിക്കുമോ? ഒന്നും അറിയില്ല. ഓക്കെ. അപ്പോൾ മണ്ഡലത്തിലെ രാഷ്ട്രീയ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളുള്ളത് തിരൂരിൽ നിന്നാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് തത്സമയം നമ്മൾ എത്തുന്നത്.